ദേഷ്യമുള്ള ആളുകൾ ഭദ്രകാളിയെ പിടിക്കരുത്, അതിൽ സ്വാത്വിക മൂർത്തിയെ പിടിക്കാനൊക്കെ ആയിട്ട് നാടിച്ചിമൂല, പാണ്ടിപ്പിടിത്തായ്, കുഴിമാടം, അതിനകത്ത് തന്നെ ജിന്നുണ്ട്, കടമറ്റത്ത് ജിന്നുണ്ട്, കടമറ്റത്ത് കാപ്പേരിയുണ്ട്. അങ്ങനെ ഒരു 10-13 മൂർത്തികൾ യോഗം ചേർന്നതാണ്. അപ്പം ഈ മുളകരച്ച് തേച്ചത് അയാൾ തന്നെ, പണി കൊടുത്തത് അയാൾ തന്നെ. പാത്രങ്ങളൊക്കെ തട്ടി വീഴുക, നമുക്ക് പിന്നിൽ നിഴലും പറയുന്ന പോലെ തോന്നിക്കും. ഈ ഉടിമാരണം വരുമ്പോഴും പിന്നിൽ നിഴലും പറയുന്നത് തോന്നിക്കും, അതിന് ലക്ഷണമായിട്ട് കാണിക്കും. നിങ്ങൾക്ക് കടമറ്റ സമ്പ്രദായമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വഴക്കൂടിയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കടമറ്റ സമ്പ്രദായം അദ്ദേഹം പഠിക്കാൻ പോയിട്ടുണ്ട്. കുട്ടിച്ചാത്തൻ സേവയിൽ ഇത്ര നെഗറ്റീവ് ചാത്തൻ എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിന് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമാകും ദേവതാ സങ്കല്പം. അത് തന്നെ നമുക്ക് പൂർവ്വമായിട്ട് ഈ പറയുന്ന, അത് ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കരുന്നാൽ, ഇന്ന് വണങ്ങിയിട്ട് നാളെ വണങ്ങാതിരുന്നാൽ എല്ലാ ദേവതകളും ബാധയിൽ വരും. നമ്മളിപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പല ദേവതാ സങ്കല്പങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ എപ്പിസോഡുകളിൽ. അപ്പോൾ ഈ കടമറ്റത്തെ രീതി എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ പല രീതികളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം കർമ്മങ്ങളിൽ. എന്താണ് ഇത്തരം കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഫലം എവിടെ വരെയാണ്? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർഗല പോലുള്ളൊരു സമ്പ്രദായം തന്നെയാണ് ഇതിലും വരിക. കടമറ്റം, പുള്ളിയാമ്പള്ളിയൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവാണ്. പക്ഷെ നമ്മൾ ഈ സത്യത്തിൽ ഉപാസനയിലും സേവയിലും എടുക്കുമ്പം നമ്മൾ ആ എടുക്കുന്ന ദേവതയുടെ സ്വഭാവം നമ്മൾ കാണിക്കും എന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് പലരും ദേഷ്യമുള്ള ആളുകൾ ഭദ്രകാളിയെ പിടിക്കരുത്, അതിൽ സ്വാത്വിക മൂർത്തിയെ പിടിക്കാനൊക്കെ ആയിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മൾ ഉഗ്രദേവ മൂർത്തികളെ എടുത്തു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിട്ട് തന്നെ ഉപാസനയിലെ സ്വാത്വിക ദേവകളെ ഉൾപ്പെടുത്താൻ പറയുന്നതിൻ്റെ ഒക്കെ ആചാര്യന്മാർ പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ്. ആ ഉപാസിക്കുന്ന ദേവതയുടെ ആ ഒരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രൗദ്രം അവരിലേക്ക് സ്വഭാവത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന കടമറ്റം സമ്പ്രദായം. കടമറ്റം സമ്പ്രദായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമറ്റം എന്ന് പറയുന്ന ആ ഇതിലൂടെ തന്നെ ഒരു 10-13 മൂർത്തികൾ യോഗം ചേരുന്നുണ്ട്. അതായത് നാടിച്ചിമൂല, പാണ്ടിപ്പിടിത്തായ്, കുഴിമാടം, ഇങ്ങനെയൊക്കെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലുള്ള ഒരുപാട് മൂർത്തികൾ. അതിനകത്ത് തന്നെ ജിന്നുണ്ട്, കടമറ്റത്ത് ജിന്നുണ്ട്, കടമറ്റത്ത് കാപ്പേരിയുണ്ട്. അങ്ങനെ ഒരു 10-13 മൂർത്തികൾ യോഗം ചേർന്നതാണ്. അപ്പം നിമിഷ നേരം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. കടമറ്റം എന്ന് പറയുന്ന സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഇത് എടുക്കുന്ന പല ആളുകളും അല്ലെങ്കിൽ ഇത് വെച്ച് കർമ്മം ചെയ്യണ കർമ്മിമാർ ഒരു ക്രൂര മനോഭാവമുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഈ ചെല്ലുന്ന ആളുകളെ തന്നെ വീണ്ടും അവരെ യൂസ് ചെയ്യാൻ, അതായത് അവർക്ക് തന്നെ വീണ്ടും പണി കൊടുക്കും. അതായത് ഇപ്പം ചേട്ടൻ എൻ്റെ അടുക്ക വന്നു, ഞാൻ അതിനെ ആവാഹിച്ചു, ചേട്ടൻ ഓക്കെ ആയി, എല്ലാം ഓക്കെ ആയി. കുറച്ച് ദിവസം കഴിയുമ്പം എനിക്ക് ചേട്ടൻ സാമ്പത്തികമുള്ളതാണ്, അപ്പം ഞാൻ വീണ്ടും കയറ്റിത്തരികയാണ്. എന്നിട്ട് ചേട്ടനെ ഞാനൊരു കറവപ്പശു പോലെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ കടമറ്റ സമ്പ്രദായം കൈക്കൊണ്ട് കിടക്കുന്ന ആളുകളെയാണ്, അങ്ങനെയുള്ള കർമ്മിമാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവരെയും അല്ല, അങ്ങനെയുള്ള ഈ ഒരു സമ്പ്രദായം, ഈ രീതി ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് അന്വേഷിച്ച് നടന്ന, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഞാൻ ഓടി നടന്ന കൂട്ടത്തിൽ ഇതുപോലൊരു ടീമിൻ്റെ ചെന്ന് പെട്ടിട്ടുണ്ട്. പെട്ട് കഴിഞ്ഞപ്പം അന്നേരം ഞാൻ വെച്ച് ഇത് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായി? അതായത് ഒരു സ്ത്രീക്ക് മുളകരച്ച് തേച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തത്. ദേഹം മുഴുവൻ പുകയാണ് അവർക്ക്. അപ്പോൾ ആള് തന്നെ മുളക് കൊണ്ട് ഉഴിഞ്ഞ് നാളികേരത്തിലാക്കി, ഉച്ചാടത്തിനാക്കി നാളികേരത്തിൻ്റെ കണ്ണ് തുരന്നിട്ട് നാളികേരത്തിനകത്തേക്ക് മുളക് കൊണ്ട് ഉഴിഞ്ഞിട്ട് അത് നാളികേരത്തിലേക്ക് ആക്കി, എന്നിട്ട് അത് അടച്ചിട്ട് വേറെ കുറ്റി കൊണ്ട് അടച്ചിട്ട് എന്നിട്ട് അത് വെളിയിൽ കൊണ്ട് അടിച്ച് പൊട്ടിക്കാണ്. അപ്പം തന്നെ ആളുടെ പ്രശ്നം പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം ഈ മുളകരച്ച് തേച്ചത് അയാൾ തന്നെ, പണി കൊടുത്തത് അയാൾ തന്നെ. ഇപ്പം ഈ പറയണ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവരെ വിളിച്ചിട്ട് അവര് ബുദ്ധിമുട്ട് വന്നു തുടങ്ങുമ്പോൾ അവരെ വിളിക്കുമ്പോൾ ആദ്യം ഫോൺ എടുക്കൂല. പിന്നെ ബുദ്ധിമുട്ട് കൂടി അതിന്റെ പീക്കായി കഴിയുമ്പോൾ പറയും, വിളിച്ചു കഴിയുമ്പോൾ എടുക്കും സങ്കല്പം വെച്ച് മുളകരച്ച് തേച്ചു. അതായത് അവരുടെ ബിംബത്തിന്റെയും പിന്നെ ഇവർ വരുന്ന കഴിയുമ്പോൾ ഇവരുടെ ഈ പറയുന്ന പോലെ ആദ്യം ഇവർ ഉപാസന സേവാ സിദ്ധി എല്ലാം ബന്ധിക്കും. ഇപ്പൊ ചേട്ടനിപ്പം എന്തെങ്കിലും ഉപാസനയോ സേവയോ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലോ ഒക്കെ അതെല്ലാം ബ്ലോക്ക് ചെയ്യും ഇവരാദ്യം. ഈ പൂർണ്ണമായിട്ടും ചേട്ടൻ അവരെ അടിമയാക്കും. ആദ്യം ആ മന്ത്രവാദിയെ അടിമയാക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇത് ഓരോന്ന് അപ്ലൈ ചെയ്യാം, ഓരോന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് വീട്ടിൽ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ തട്ടി വീഴുക, നമുക്ക് പിന്നിൽ നിഴലും പറയുന്ന പോലെ തോന്നിക്കും. ഈ ഉടിമാരണം വരുമ്പോഴും പിന്നിൽ നിഴലും പറയുന്നത് തോന്നിക്കും, അതിന് ലക്ഷണമായിട്ട് കാണിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ കടമറ്റം വന്നു കഴിയുമ്പം ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ കടമറ്റം ബാധയിൽ വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് ഇരിക്കുന്ന ഇരിപ്പുറക്കില്ല, കിടക്കുന്നത് കിടക്കണമെന്ന് തോന്നില്ല, അങ്ങനെ ഓട്ടമായിരിക്കും. എന്നാൽ ഒരു വല്ല കാര്യമുണ്ട്, ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പൂജാതി കർമ്മങ്ങൾക്കായാലും ഏത് കാര്യത്തിനായാലും പാത്രം ഒന്നും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കില്ല, അതെല്ലാം തട്ടി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് പൂജയ്ക്ക് പോവാണ്, അപ്പം അത് തന്നെ കൊട്ടാരക്കര തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ വീട്ടിൽ ഞാൻ പൂജയ്ക്ക് പോയ സമയത്ത് വെച്ചിരുന്ന പാലും ഗ്ലാസും, അപ്പോൾ അദ്ദേഹത്തിനോട് ഗ്ലാസ്സിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ദേവതയ്ക്ക് പാല് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതിന് വേറെ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഗ്ലാസ് കൊണ്ടുവന്നത് ഈ ഉടയുന്ന ഗ്ലാസ്സാണ്, കുപ്പി ഗ്ലാസ്സിലാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചു.
കുറച്ച് കഴിയുമ്പോൾ തന്നെ പാല് തട്ടി താഴെ വീണു, ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടിപ്പോയി. അപ്പോഴേ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കടമറ്റ സമ്പ്രദായമായിട്ട് ആരോടെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഓൾറെഡി നമ്മൾ അതിനകത്ത് വേറൊന്നും വരാത്ത രീതിയിലെല്ലാം ചെയ്തു കഴിഞ്ഞു, അത് നിന്നിട്ടാണ് കാണിച്ചേക്കണം. അപ്പോൾ അത് നിമിത്തമാണ്, നോർമൽ കേസല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്ക് കടമറ്റ സമ്പ്രദായമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കടമറ്റ സമ്പ്രദായം അദ്ദേഹം പഠിക്കാൻ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതുമായിട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന, അന്ന് പഠിക്കാൻ കൂടെ പോയിട്ട് ആളുമായിട്ട് ശത്രുത ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം കൊടുത്ത പണിയാണത്. പറഞ്ഞ മനസ്സിലായി. അതും മാറ്റിയെടുക്കാൻ പറ്റും. അത് മാറ്റി ഈ കർമ്മത്തിന്റെ തിരിച്ചടിയായി ഏൽക്കുകയും ചെയ്തു. നമ്മളിത് ആവാഹിച്ച് മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കർമ്മം ചെയ്ത ഇയാളുടെ സുഹൃത്തായിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പറഞ്ഞ മനസ്സിലായോ? പല മൂർത്തികളെയും നമുക്ക് ആവാഹിക്കാൻ പറ്റാതെ വരുമ്പം അതിന്റെ സേവാ മഠാധിപതി കുട്ടിയൊക്കെ ആവാഹിക്കേണ്ടി വരും. സേവാ മഠാധിപതി കുട്ടി ആവാഹിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ഉപാസനയും സേവയും കൂടെ ചേർത്താണ് നമ്മൾ പിടിക്കണേ. അവന്റെ മൂർത്തിയും കൂടെ ചേർത്താണ് പിടിക്കണേ. പിടിച്ചു കഴിയുമ്പം അവന് അതിൻ്റെ ഉള്ള എഫക്റ്റ് ഉണ്ടാവും, റിട്ടേൺ അടിയുണ്ടാവും. തന്നെയല്ല ഈ അവൻ ചെയ്ത് വെച്ചേക്കുന്ന കർമ്മത്തിനെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് കയറ്റുകയാണ്. അപ്പൊ അതിന് ആ ദേവതയോടെയും കണക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു തത്വത്തിന് വേണ്ടി തിരിച്ചടി ആ കർമ്മം ചെയ്തവനും ചെയ്യിപ്പിച്ചവനൊക്കെ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ അങ്ങയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണെങ്കിൽ പോലും ഈ കുട്ടിച്ചാത്തൻ സേവയിൽ ഇത്ര നെഗറ്റീവുകൾ ഉണ്ടാവും. ചാത്തൻ എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിന് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമാകും ദേവതാ സങ്കല്പം. അത് തന്നെ നമുക്ക് പൂർവികമായിട്ട് ഈ പറയുന്ന ദേവതാ സങ്കല്പത്തിനെ ആരാധിച്ചതോ അല്ലെങ്കിൽ നമുക്ക് പൂർവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള യോഗീശ്വരന്മാരോ മന്ത്രമൂർത്തികളോ പിന്നെ മുത്തപ്പന്മാരോ ഒക്കെ നമ്മുടെ സഹായത്തിനുണ്ടെങ്കിൽ നമ്മളെ ഈ വിളിച്ച ഏത് ദേവതയും നമുക്ക് പെട്ടെന്ന് അനുകൂലത്തിൽ വരും. അവർ നമുക്ക് അനുകൂലമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തരത്തിലുള്ള ദേവതകൾ പെട്ടെന്ന് നമുക്ക് അനുകൂലമാകുന്ന ദേവതകളാണ്. അനുകൂലമാവുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രതികൂലമാവാനും സാധ്യത കൂടുതലാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരുന്നതിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇതിനെ വീട്ടിൽ കൊണ്ടുവന്നാണ് വെക്കണേ. നമ്മൾ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി ഇവരാരും വീട്ടിലല്ല വെക്കണേ, പൂർവ്വമായിട്ടുള്ള കളരികളിലാണ് വെക്കണേ. അത് പുറത്താണ് വെച്ചോണ്ടിരുന്നത്. ഇതിപ്പം പലരും കൊണ്ടുവന്ന് വീടിന് നടുത്തളത്തിലാണ് വെക്കണേ. കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വീട്ടിൽ വരുന്ന അശുദ്ധി എല്ലാം അതിന് മാർഗമാണ്. പറഞ്ഞു മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ശുദ്ധി വേണ്ടുന്ന ഒരു ദേവത കൂടിയാണ് പറയുന്ന വിഷ്ണുമായ എന്ന് പറയുന്ന ദേവതാ സങ്കല്പം. അപ്പം അതിന് അശുദ്ധി വരുന്നതനുസരിച്ച് ഇവർക്ക് നെഗറ്റീവ് ആവുകയുള്ളൂ. അത് പിന്നീട് ഈ പറയുന്ന നെഗറ്റീവ് ആയി കഴിയുമ്പോൾ അതിന്റെ ചൈതന്യം കുറയും. പിന്നെ നമ്മൾ പൂജാതികർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ ആ ബിംബത്തിലേക്ക് എനർജി വരിക. ആ എനർജി പിന്നെ നമ്മൾ കൊടുക്കുന്ന ജപം, നമ്മൾ കൊടുക്കുന്ന കർമ്മങ്ങൾ അനുസരിച്ചാണ് അതിനകത്ത് എനർജി വരിക. അപ്പോൾ ആ എനർജി വരുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ നമുക്ക് ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. ശത്രു മനസ്സിലാക്കി ഇതിന് പുതിയൊരു സാധനം എടുത്തിട്ടുണ്ട്, ആദ്യം ബന്ധിക്കും, ആ ദേവതയെ ബന്ധിക്കും. ദേവത ബന്ധിച്ച് കഴിയുമ്പോൾ പിന്നീട് ഇവനത് ഭാരമായി മാറും. കാരണം ഇവൻ കാശ് മുടക്കി അങ്ങോട്ട് കൊടുക്കണേ ഉള്ളൂ. ഇതൊരു കല്ലുപോലിട്ടിരിക്കുകയാണ്, ഇതൊന്നും ചെയ്തു തരുന്നില്ല. അപ്പോൾ ഇവന് ശത്രുവായി മാറും, ഇവനെതെടുത്ത് കളയും, അല്ലെങ്കിൽ നോക്കാതെ വരും. നോക്കാതെ വന്നു കഴിയുമ്പോൾ ഇത് പിന്നീട് ബാധയായി മാറും. അപ്പൊ അത് പിന്നീട് പ്രശ്നമായി മാറും. അങ്ങനെയും പ്രശ്നം വരാറുണ്ട്. വീടുകളിൽ ബിംബപ്രതിഷ്ഠ മാക്സിമം ഒഴിവാക്കുന്നതല്ല. വീടിനകത്ത് വെച്ചാരാധിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ അഭിപ്രായമല്ല. പക്ഷെ നമ്മളത് കൊണ്ടുപോകാൻ അറിവുള്ളവരായിരിക്കണം. നമ്മൾ അതിൽ പഠിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മൾ പൂർവ്വമായിട്ട് കൊണ്ടുവന്നതായിരിക്കണം. അതിന്റെ കൂടെ തന്നെ യോഗീശ്വരന്മാരോ ഈ മുത്തമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് വരുന്ന പോരായ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് നമ്മളൊരു വാക്കവിടെ പറഞ്ഞാൽ അത് ആ പോരായ്മയോടെ പരിഹരിക്കപ്പെടും. കർമ്മത്തിലെ പോരായ്മകൾ. പക്ഷെ ശത്രുക്കൾ ആ ദേവത ബന്ധിച്ചു കഴിഞ്ഞാൽ യോഗീശ്വരനും ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു സംശയമാണ്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് വീട് നിർമ്മിച്ചാലും അവിടെ ഒരു കൊച്ചു ഗണപതിയുടെ ബിംബം വെക്കും, വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരു പ്രശ്നം നടത്തും. അവിടെ എനിക്ക് തോന്നുന്നു ഈ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുന്നിൽ പോലും ഒരു ആൽത്തറയോ ഒരു പുളിമരോ ഉണ്ടെങ്കിൽ അതിന് ചുവട്ടിലൊരു ഗണപതി വിഗ്രഹം എല്ലായിടം കാണാം. പക്ഷെ കേരളത്തിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ ഗണപതി ശില്പങ്ങൾ, ബുദ്ധപ്രതിമകൾ ഒക്കെ ഒരു ഷോ പീസായി നിർമ്മിച്ചു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തെറ്റാണോ? ഷോ പീസുകളൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഗണപതി ആണെങ്കിലും ഗണപതിയുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ആണെങ്കിലും നമ്മൾ വിഗ്രഹം മേടിച്ച് വെച്ചാൽ പൊട്ടൽ വരരുത്, ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പുതിയത് ഒഴുക്കുവെള്ളത്തെ ഒഴുക്കി കളഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചു വെക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പം വിഗ്രഹാരാധനയിലൊക്കെ പോകുമ്പോൾ ഗണപതി ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ദേവതകളല്ല. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ധനം വാരി തരുന്ന ഒരു ദേവതയാണ്. തന്നെയല്ല നമുക്ക് ഏത് കാര്യത്തിനും എത്ര നിവൃത്തികെട്ട ആളാണെങ്കിലും നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മളോട് പറയാം, ഗണപതി ഭഗവാൻ നിങ്ങൾ കറകമാല സമർപ്പിച്ച് നിങ്ങൾ കറകഹോമോ അല്ലെങ്കിൽ ഗണപതി ഹോമോ 3 ദിവസം ചെയ്യും, നിങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും എന്ന് പറയും. പക്ഷേ ഈ വഴിപാട് ചെയ്യുമ്പോൾ അനുസരിച്ച് മാറ്റം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം. പിതൃക്കളുടെ അനുഗ്രഹം ഉള്ള ആളാണെങ്കിൽ, പിതൃക്കളുടെ സാന്നിധ്യം ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും. എവിടെന്നെങ്കിലും ഒരു ധനം, എവിടെന്നെങ്കിലും 10 രൂപ കടമായിട്ടെങ്കിലും കിട്ടും, അയാളുടെ ആവശ്യത്തിനുള്ള പൈസ. ഗണപതി വിഗ്രഹം വിളക്കത്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് ഐശ്വര്യമാണ്, പോസിറ്റീവാണ്. കന്നിമൂലയിലാണെങ്കിലോ അത് കുറച്ചുകൂടെ ഗുണം ചെയ്യും. കന്നിമൂലയ്ക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് വരേണ്ടത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പല വീടുകൾ, എൻ്റെ വീട് ഇൻക്ലൂഡിങ് ഞാൻ പറയാണ്, ഒരു കാലഘട്ടത്തിൽ ആ വീട്, എൻ്റെ വീട് പണിഞ്ഞ ഉൾപ്പെടെയുള്ള പല വീടുകൾ ആ പണിഞ്ഞ ആശാരി
ആശാരി എന്നത് അച്ഛൻ എന്നോ പറയാം, അയാൾ കണക്കൻ പണിഞ്ഞിട്ടുള്ള വീടുകളെല്ലാം മോഡലാണ്. കന്നിമൂലയ്ക്ക് കാർ പോർച്ചാണ് പണിഞ്ഞ് വെച്ചേക്കണേ, പറഞ്ഞ് മനസ്സിലായോ? അല്ലെങ്കിൽ അടുക്കള. ആ, കന്നിമൂലയ്ക്ക് പണിഞ്ഞ് വെച്ചേക്കുന്ന കാർ പോർച്ചാണ്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ വീടും പണിഞ്ഞേക്കുന്ന അദ്ദേഹമാണ്. അപ്പൊ അയാളുടെ വീടും ആ വീടും അതേ അവസ്ഥയിലാണ്. കന്നിമൂലയ്ക്കാണ് മെയിൻ ഡോർ വരുന്നത്, കന്നിമൂലയ്ക്കാണ് ഈ ഭാഗത്താണ് ഈ പറയുന്ന കാർ പോർച്ചും കൊണ്ടുവച്ചേക്കണേ. പിന്നീട് ഈ പറയുന്ന വീടുകളെല്ലാം പിന്നീട് കെട്ടിത്തിരിക്കുകയാണ് ചെയ്തത്. കെട്ടി അടച്ചൊരു മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടിയിട്ട് കെട്ടി അടയ്ക്കാണ് ചെയ്തിട്ടുള്ളത്.